വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് വൈകുന്നേരം വന്നു. ശബരിമല സ്വർണ്ണ കൊള്ളയിൽ കേസ് ഉണ്ടായിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് കേസെടുത്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ കേസിലെ ഒന്നാം പ്രതി. ദേവസ്വം ജീവനക്കാരൊക്കെ പ്രതികളായിട്ടുണ്ട്. 10 പേരുണ്ട് പ്രതികളായിട്ട് പോയതിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഈ എത്ര പ്രതികളുണ്ട്, ആരൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രതികൾ? SKN ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ശബരിമല സ്വർണ്ണമോഷണത്തിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയും ദേവസ്വം ബോർഡിലെ ജീവനക്കാർ 9 ജീവനക്കാർ പ്രതികളുമായി ആകെ 10 പേരാണ് ഇതിൽ പ്രതിപ്പട്ടികയിലുള്ളത്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് സ്വർണ്ണമോഷണത്തിൽ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസ് നിലവിൽ ഇത് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. അന്വേഷണ സംഘം പത്തനംതിട്ട ക്യാമ്പ് ഓഫീസ് തുടങ്ങി അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. പ്രാഥമിക വിവരങ്ങൾ ഉൾപ്പെടെ ഇതിനോടകം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഈ 2 കേസുകളായിട്ടാണ് 2 FIRകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഒന്ന് ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ടാണ്. ശില്പം ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം കവർന്നുവെന്ന ഒരു കേസും അതുപോലെ തന്നെ ഈ നേരത്തെ ശബരിമലയിലെ ഇതിന് മുന്നോടിയായി സമാനമായ രീതിയിൽ ഈ കട്ടിളപ്പടി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോവുകയും അതിൽ നിന്ന് സ്വർണം അപഹരിക്കുകയും ചെയ്തിരുന്നുവെന്ന ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ 2 FIRകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 2ലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതി ആക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ അക്കാലത്ത് 2019 അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ പ്രതിയാക്കിയിട്ടുണ്ട്. ഒപ്പം എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറിനോടൊപ്പം അതിന് പിന്നാലെയുള്ള കാലത്തുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ VS രാജേന്ദ്ര പ്രസാദ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ K സുനിൽകുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാർ, അതുപോലെ തന്നെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K രാജേന്ദ്രൻ നായർ, തിരുവാഭരണം കമ്മീഷണറായ KS ബൈജു, ഒപ്പം മറ്റൊരു തിരുവാഭരണ കമ്മീഷണറായ RG രാധാകൃഷ്ണൻ. ഇങ്ങനെ ഇവ 9 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അപഹരിച്ച സ്വർണം എന്ത് ചെയ്തു എന്നതായിരിക്കും അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. നിലവിൽ 474 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തു എന്നതാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത്. പക്ഷേ ഇതിൻ്റെ വ്യാപ്തി കൂടുതൽ ഇനിയും ഉയരുമെന്നതാണ് പ്രാഥമികമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കൂടുതൽ സ്വർണം ശബരിമലയിൽ നിന്ന് മോഷണം പോയിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായ പരിശോധന ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ആവശ്യമെങ്കിൽ കൂടുതൽ പേരെ പ്രതികളാക്കി മുന്നോട്ട് പോകാനും തീരുമാനമുണ്ട്. നിലവിൽ കവർച്ച, ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, തട്ടിപ്പ് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ 10 പേർക്കെതിരെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസെടുത്തിരിക്കുന്നത്. നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രതികളെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനം. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്ത് ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ കേസ് എടുക്കുന്ന ഘട്ടത്തിൽ അതിന് മുന്നോടിയായി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻകൂർ ജാമ്യ അപേക്ഷയ്ക്ക് ഉൾപ്പെടെ ശ്രമിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഈ എറണാകുളത്തെത്തി നിയമവിദഗ്ധരുമായൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്തായാലും ദേവസ്വം ബോർഡിൻ്റെയും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ദുരൂഹമായ ഇടപെടലുകളൊക്കെ തന്നെ ഈ അന്വേഷണ പരിധിയിൽ വരും. കൂടുതൽ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോഴുള്ളത്. SKN. താങ്ക് യു MG പ്രതീഷ്. റാച്ച് പറയുന്നു, ഗുഡ് ജോക്ക് ബൈ ബഹ്റ. 9 കൺട്രീസ് അന്വേഷണമായി വന്നു. നമ്മളൊരിക്കലും നമ്മുടെ സ്ഥാപനത്തെ തള്ളി പറയരുത് റാച്ച്. കാരണം എന്താ അറിയോ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ അന്വേഷണം അത്ര നല്ല ഫെസിലിറ്റിയാണ് ഈ വാട്ടർ മെട്രോയിൽ ഒരുക്കിയിട്ടുള്ളത്. താങ്കൾ അതിൽ കയറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതിൽ കയറാത്ത ആളുകൾ വാട്ടർ മെട്രോയിൽ കയറണം. നമ്മുടെ ടൂറിസത്തിന് വലിയൊരു അട്രാക്ഷൻ തന്നെയാണത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കണക്കെടുപ്പ് ആരംഭിച്ച് ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരൻ ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കൊണ്ടുവന്ന സ്വർണ്ണപ്പാളിയിൽ നാളെ പരിശോധനയുണ്ടാകും. ശബരിമല വിഷയത്തിൽ UDFന്റെ മേഖലാ ജാഥകൾ ഈ മാസം 18-ാം തീയതി പന്തളത്ത് സമാപിക്കും. സ്ട്രോങ് റൂമിലുള്ള പ്രധാന ഉരുപ്പടികളുടെ മഹസർ പരിശോധിച്ചുള്ള കണക്കെടുപ്പാണ് ഇന്ന് നടന്നത്. സന്നിധാനത്തെ പരിശോധന നാളെയോടെ പൂർത്തിയാക്കി തിങ്കളാഴ്ച ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂം പരിശോധിക്കാനാണ് നിലവിലെ തീരുമാനം. ജസ്റ്റിസ് KT ശങ്കറിനൊപ്പം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ, തിരുവാഭരണം കമ്മീഷണർ സ്മിത്ത് ഉൾപ്പെടെയുള്ളവരുമുണ്ട്. സ്വർണ്ണമോഷണത്തിൽ വിരമിച്ച ഉദ്യോഗസ്ഥരായാലും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സമിതി കണ്ടെത്തുന്ന ഒരാളെയും സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ വെള്ളപൂശാനോ ദേവസ്വം ബോർഡില്ല. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിക്രമങ്ങളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത്. സ്വർണ്ണക്കൊള്ളയിൽ UDFന്റെ മേഖലാ ജാഥകൾ ഈ മാസം 14 തുടങ്ങും.
സ്വർണ്ണക്കൊള്ളയിൽ ഓരോ ദിവസവും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സർക്കാരിനെതിരെ വിവിധ സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. തൃശൂർ രാമപുരത്ത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ 5 യുവമോർച്ച പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലെടുത്തു. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി VN വാസവന്റെ കോട്ടയത്തെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പത്തനംതിട്ട. മോഹൻ പറഞ്ഞു, എസ് കെ നമസ്കാരം. ഹാഷ്മിയോടെ പോയി രണ്ടുപേരും ഒരുമിച്ച് ലീവ് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഞങ്ങളോട് അതിന് മുമ്പേ പറയേണ്ടതെന്ന് ചോദിക്കുന്നു. ഹാഷ്മി ഇപ്പോൾ അമേരിക്കയിലുണ്ട്. അവിടെ നോർത്ത് അമേരിക്കൻ പ്രസ് ക്ലബിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് 24-ൻ്റെ ഡ്രീം ഹോം എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ലുലു മാളിലാണ്, തിരുവനന്തപുരം ലുലു മാളിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഒരു പ്രോപ്പർട്ടി എക്സ്പോ ആണത്. അപ്പോൾ നിങ്ങൾക്ക് നാളെയുണ്ട്, അവിടുത്തുകാർക്കൊക്കെ പോയി കാണാം. ഇഷ്ടമുള്ള നമ്മുടെ എല്ലാം മനസ്സിലൊരു സ്വപ്നമാണല്ലോ ഒരു വീടെന്നുള്ളത്. അപ്പോൾ സ്വപ്നത്തിലേക്ക് തുറക്കുന്ന ഒരു വാതിലാണ് 24 ഡ്രീം എക്സ്പോ. അത് പോയി കാണുക. ശബരിമലയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മോഷണമുണ്ടെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഈഴവനെ വളർത്താനും അനുവദിക്കുന്നില്ല. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നതെന്നാണ് വെള്ളാപ്പള്ളിയുടെ പക്ഷം. സ്വർണ്ണപ്പാളി, ഈ സ്വർണ്ണപ്പാളി അമ്പലത്തിന് മോഷണം നടന്നതാണ്. അത് ഈ അമ്പലത്തിൽ മാത്രമാണ്, കേരളത്തിലുള്ള എല്ലാ അമ്പലത്തിലും മോഷണമാണ്. ഇതെല്ലാം അന്വേഷിക്കണം. സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ശക്തമായ നടപടിക്ക്, ഹൈക്കോടതി തീരുമാനിച്ചത്. എന്നിട്ടും അസംബ്ലി കിടന്ന് അടിപൊളി നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ടാക്സ് വെച്ചോ. ഇപ്പം പറയുന്നത് എന്താണ്? ആ രാജ്യമെന്നാണ് പറയുന്നത് ദേവസ്വം മന്ത്രി. ആ ദേവസ്വം മന്ത്രി ആരാണ്? ഈഴവനാണ്. എന്നും ഈഴവൻ രക്ഷപ്പെടാൻ ഒരു കാരണവശാലും ഇത് സമ്മതിക്കാറുണ്ട്. ആർക്കെങ്കിൽ തകർത്താറ് ഈഴവനായ ഏത് പാർട്ടി വന്നു നിന്നാലും ഉടനെ വീരാൻ സമ്മതിക്കില്ല. മൂസ പറയുന്നു പ്രൈം ടൈം SK തീരെ പോരാ, അതുകൊണ്ട് തന്നെ വാർത്ത കേൾക്കാൻ താല്പര്യം കുറയുന്നു എന്നാണ് മൂസ പറയുന്നത്. മൂസ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കുടുംബത്തെ ആക്ഷേപിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. തിരുട്ട് ഫാമിലിയാണ് മുഖ്യമന്ത്രിയുടേത്. തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമം പോലെയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബം. ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. മകളാണ് ഈ മുഖ്യമന്ത്രിയുടെ ലാബലിന്റെ പിറകിൽ നിന്ന് ഈ അഴിമതിയൊക്കെ നടത്തുന്നതെന്ന് പലരും പറഞ്ഞു. ആ മോനെ കുറിച്ച് എവിടെയും കേൾക്കണില്ലല്ലോ. അതാ മോനും വന്നു. മോനുണ്ട്. മോൻ മാത്രല്ല മകന്റെ അമ്മോഷൻ വേറെ അഴിമതിക്കാരൻ. ഞാൻ ഈ തമിഴ്നാട്ടിലൊക്കെ തിരുട്ട് ഗ്രാമം എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു തിരുട്ട് ഫാമിലി എന്ന് ആദ്യമായി കേൾക്കുന്നത് ഈ പിണറായി വിജയന്റെ കുടുംബമാണ്. അച്ഛൻ വേറെ, അമ്മ വേറെ, മോള് വേറെ, മോൻ വേറെ, പോരാത്തതിന് മോന്റെ അമ്മോശം വേറെ. എന്തൊരു കക്കലാടോ ഇത്! ഒരു മര്യാദ വേണ്ടേ? സ്വർണ്ണക്കടത്ത് കേരളം മറന്നുപോയിട്ടില്ലല്ലോ. ഒരുപാട് കാര്യമുണ്ട്. സ്വർണ്ണക്കടത്ത് മറന്നിട്ടില്ലല്ലോ. ഈ സ്വർണം കടത്തി ശബരിമലയിലെ സ്വർണ്ണഭൂമി ഇപ്പോൾ കാണാനില്ല. അപ്പോൾ സുജേഷ് പറയുന്നു SK ഈ ഫേക്ക് ഐഡികൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തെറി വിളിക്കുന്നതാണ്. ചില ആൾക്കാർ പറയുന്നു ചില ഫേക്ക് ഐഡികളൊക്കെ കമൻറ്റ് ബോക്സ് വിട്ടുപോയത്. ദയവ് ചെയ്ത് ഈ ഫേക്ക് ഐഡിക്കാർ വിട്ടുപോകണം എന്നാണ് എൻ്റെ പക്ഷം. മുഖ്യമന്ത്രിയുടെ മകനെതിരായ ED സമൻസിൽ പ്രതികരിച്ച നേതാക്കൾ സമൻസ് നൽകിയത് EDയും മുഖ്യമന്ത്രിയും CPM-ഉം 2 വർഷം മറച്ചുവെച്ചത് എന്തുകൊണ്ടെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ചോദ്യം. എന്നാൽ ED സമൻസ് അയച്ച കാര്യം തനിക്കറിയില്ലെന്നായിരുന്നു മന്ത്രി P രാജീവൻ്റെ മറുപടി. ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മകന് 2023 ഫെബ്രുവരിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും CPM-ഉം അതുപോലെ EDയും ഇങ്ങനെ ഒരു സമൻസ് അയച്ച വിവരം ഈ 2 വർഷത്തോളം കാലം മറച്ചുവെച്ചത് എന്ന് വ്യക്തമാകുന്നില്ല. ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മകന് ED സമൻസ് അയച്ചു. ഇന്നിപ്പോ വക്കഫ് നിന്നാ മതി, ബാക്കി പിന്നെ നോക്കാം. 23 അത്തരത്തിലൊരു സമൻസ് അയച്ചു. അല്ല, എന്റെ ശ്രദ്ധയിലില്ല, നമുക്കറിയില്ലല്ലോ. അറിയില്ല അയച്ചില്ല എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. കനത്ത സുരക്ഷയിൽ മുഖ്യമന്ത്രിയുടെ യാത്ര. തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ യാത്രയ്ക്ക് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കണക്കിലെടുത്താണ് ഈ സുരക്ഷ. ആദ്യം ദൃശ്യങ്ങളിലേക്ക്.
കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തി. കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞാണ് പ്രവർത്തകരെത്തിയത്. അരിത ബാബു അടക്കമുള്ള നേതാക്കളെ പോലീസ് നേരത്തെ തന്നെ കരുതൽ തടങ്കലിലാക്കിയിരുന്നു. അരുൺ രാജ് കൊല്ലത്ത് നിന്നും ടെലിഫോണിൽ ചേരുന്നു. അരുൺ രാജ്, വിവരങ്ങൾ പറയും. SKN ഷാഫി പറമ്പലിനെതിരായ പോലീസ് നടപടിക്ക് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ഘടിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനമെടുത്തത്. ഇന്ന് മുഖ്യമന്ത്രി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നതിനിടയിലാണ് കായംകുളത്ത് വെച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ കരിങ്കൊടി കാട്ടിയത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി കറുത്ത ഉടുപ്പ് ധരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഒടുവിൽ പോലീസ് അറസ്റ്റ്. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരടക്കം കരുതൽ വെച്ചിരുന്നു. പിന്നീട് കൊല്ലത്തേക്ക് എത്തിയപ്പോഴും മുഖ്യമന്ത്രിയുടെ സഞ്ചരിക്കുന്ന കമ്പാർട്ട്മെന്റ് അടുത്തേക്ക് പോലും പൊതുജനങ്ങൾക്കടക്കം പ്രവേശനത്തിന് പരിമിതികളും നിയന്ത്രണങ്ങളും അടക്കം വെച്ചുകൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോയത്. കേരള എക്സ്പ്രസിൽ മുഖ്യമന്ത്രിക്ക് അതീവ സുരക്ഷയാണ് ഇപ്പോൾ നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങളും അതത് പോലീസ് സ്റ്റേഷനുകൾക്ക് കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടത്തുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെത്തും. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വീണ്ടും കരിപ്രസാദ വിതരണം വിവാദത്തിലായി. ശാന്തിക്കാർ താമസിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് വിതരണത്തിനായി തയ്യാറാക്കിയ കരിപ്രസാദം പിടികൂടി. വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ കൂലിക്കാളെ വെച്ച് പ്രസാദം നിർമ്മിച്ചതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്നലെ വിശദീകരണം തേടിയിരുന്നു. മേൽശാന്തി വാടകയ്ക്കെടുത്ത വീട്ടിൽ ക്ഷേത്രത്തിലെ പ്രസാദം തയ്യാറാക്കിയത് ഇന്നലെ വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. വിഷയത്തിൽ റിപ്പോർട്ട് തേടിയെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് ശാന്തിക്കാർ താമസിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് കരിപ്രസാദ നിർമ്മാണം നടത്തുന്നുവെന്ന വാർത്ത പുറത്തു വന്നത്. 1.5 മണിക്കൂറായി 1.5-2 മണിക്കൂറായി ഉന്നത അധികാരികൾ വിഷയത്തിൽ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇന്നലെ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തിയ പരിശോധനയിൽ വാടക വീട്ടിൽ നിന്ന് മദ്യക്കുപ്പികളും കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ ദേവസ്വം വിജിലൻസും അന്വേഷണം ആരംഭിച്ചു. 24 കൊല്ലം. ആലപ്പുഴ കായംകുളം ആൾക്കൂട്ടക്കൊലയിൽ മുഴുവൻ പ്രതികളും അറസ്റ്റിലായിരിക്കുന്നു. ഒളിവിലായിരുന്ന 1-ാം പ്രതി രതീഷ്, 2-ാം പ്രതി അശ്വിൻ, 6-ാം പ്രതി ശ്രീനാഥ് എന്നിവരെ പോലീസ് സാഹസികമായി പിടികൂടിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൊല്ലപ്പെട്ട ഷിബു പണയം വെച്ച 2.5 വയസ്സുകാരിയുടെ സ്വർണ്ണ ബ്രേസ്ലെറ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. അശ്വിൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിവരങ്ങൾ, എവിടെ വെച്ചാണ് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്? ആൾക്കൂട്ട കൊലപാതകം നടന്ന 3-ാം ദിവസമാണ് കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലാവുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കേസിൽ 1-ാം പ്രതിയായ രതീഷിനെയും 2-ാം പ്രതി അശ്വിനെയും കായംകുളത്ത് തന്നെയുള്ള ഒരു വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. 6-ാം പ്രതിയായ ശ്രീനാഥിനെ വൈകുന്നേരത്തോടു കൂടി പിടികൂടുകയും ചെയ്തു. ഇതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളും, പ്രധാനപ്പെട്ട പ്രതികൾ ഉൾപ്പെടെ മുഴുവൻ പേരും 3 ദിവസത്തിനുള്ളിൽ അറസ്റ്റിലായിരിക്കുകയാണ്. പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണവും ഇടപെടലുമാണ് ആദ്യം മുതൽ നടത്തിയിരുന്നത്. കായംകുളം DYSP ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘമായിരുന്നു ഈ സംഭവത്തിൽ മുന്നോട്ട് എല്ലാ കാര്യങ്ങളും നീക്കിയത്. ഇതിൽ ഇന്ന് പിടിയിലായ 1-ാം പ്രതി രതീഷ് പോലീസിനോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ആയിരുന്നില്ല ആക്രമണം എന്നാണ് രതീഷ് പറയുന്നത്. ഈ സ്വർണ്ണ മോഷണം പോയതുമായി ബന്ധപ്പെട്ട കേസിൽ ഷിബുവിനെ ഭീഷണിപ്പെടുത്തുക മാത്രമായിരുന്നു ലക്ഷ്യമെന്നും പറയുന്നു. അതിനിടെ അബദ്ധത്തിലാണ് ഈ ഷിബു കൊല്ലപ്പെട്ടത്. അത്തരത്തിൽ മാരകമായ ആക്രമണമൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് ഈ രതീഷിൻ്റെ മൊഴി. എന്തായാലും അതിനിടെ കൊലപാതകം സംഭവിച്ചു. ഷിബുവിൻ്റെ മൃതദേഹം സ്വദേശമായ കന്യാകുമാരിയിലേക്ക് കൊണ്ടുവരുന്നു. അതിനിടെ ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഷിബു പണയം വെച്ചുവെന്ന് ആരോപിച്ചിരുന്ന 2.5 വയസ്സുള്ള കുട്ടിയുടെ 2.5 ഗ്രാം വരുന്ന സ്വർണ്ണ ബ്രേസ്ലെറ്റ് കായംകുളത്തെ ഒരു കടയിൽ നിന്ന്, സ്വർണ്ണപ്പണയ സ്ഥാപനത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഷിബു തന്നെയാണ് ഈ കുട്ടിയുടെ സ്വർണം കൊണ്ടുപോയി പണയം വെച്ചത് എന്നുകൂടി ഈ സംഭവത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ക്ലൈമാക്സിൽ തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഏറെ ഞെട്ടലുണ്ടാക്കി, നാടിനെ തന്നെ നടുക്കിയ സംഭവത്തിൽ എല്ലാ പ്രതികളും 3-ാം ദിവസം അറസ്റ്റിലായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. എല്ലാ പ്രതികളും ഈ കേസിൽ അറസ്റ്റിലായി എന്നുള്ളത് ആശ്വാസകരമാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാവിനെതിരെ ആത്മഹത്യയ്ക്ക് പ്രേരണ കുറ്റത്തിന് കേസെടുത്തു. സരിതാകുമാരിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പേരുണ്ടായിരുന്ന കോൺഗ്രസ് കൗൺസിലർ ജോസ് ഫ്രാങ്കിലിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മുട്ടക്കാട് കെൻസ ഹൗസിൽ സരിതകുമാരി ബുധനാഴ്ചയാണ് വീട്ടിൽ ജീവനൊടുക്കിയത്. ആദ്യം അപകടമരണമെന്ന് കരുതിയെങ്കിലും പോസ്റ്റ്മോർട്ടത്തിൽ ആത്മഹത്യയെന്ന് ഉറപ്പിച്ചു.
പിന്നാലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ബൈബിളിൽ നിന്നും 2 ആത്മഹത്യാക്കുറിപ്പുകളും കണ്ടെത്തി. മകനും മകൾക്കുമായി പ്രത്യേകം ആത്മഹത്യാക്കുറിപ്പുകളായിരുന്നു. മകൻ രാഹുലിന് എഴുതിയ കുറിപ്പിലാണ് കൗൺസിലറും DCC ജനറൽ സെക്രട്ടറിയുമായ ജോസ് ഫ്രാങ്ക്ലിൻ തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് പറയുന്നത്. ലൈംഗിക താല്പര്യങ്ങൾക്ക് നിർബന്ധിക്കുന്നുവെന്നും പലവിധത്തിൽ ബുദ്ധിമുട്ടിക്കുന്നുവെന്നും ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. ജോസ് ഫ്രാങ്ക്ലിൻ രാത്രി വൈകി അമ്മയെ വിളിച്ച് ശല്യപ്പെടുത്താറുണ്ടെന്ന് മകനും മകളും പോലീസിന് മൊഴി നൽകി. പിന്നാലെയാണ് ജോസിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തത്. ജോസ് ഫ്രാങ്ക്ലിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് CPM BJP പ്രതിഷേധം ശക്തമാണ്. 24 തിരുവനന്തപുരം. ചികിത്സാ പിഴവിനെ തുടർന്ന് നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ അർഹമായ നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും വേണമെന്ന് സുമയ്യ ആവശ്യപ്പെടുന്നു. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ നിയമപരമായി താൻ മുന്നോട്ട് പോകും. ശസ്ത്രക്രിയ നടത്താനുള്ള നീക്കം ഉപേക്ഷിച്ചത് വിദഗ്ധ ഡോക്ടേഴ്സിന്റെ പരിശോധനയ്ക്ക് ശേഷമെന്നും സുമയ്യ. ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ സംഘം നടത്തിയ 2 ശസ്ത്രക്രിയകളിലും ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. വയർ പുറത്തെടുത്താൽ സുമയ്യയുടെ ജീവന് തന്നെ അപകടമുണ്ടാകുമെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ശ്രമം ഉപേക്ഷിച്ചത്. തുടർന്ന് സുമയ്യയെ ഡിസ്ചാർജ് ചെയ്തു. നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സുമയ്യയുടെയും കുടുംബത്തിന്റെയും തീരുമാനം. ഇത് 2 അറ്റവും താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും ഇത് ഒട്ടിപ്പോയി, അല്ലാതെ ബാക്കിയുള്ളിടം ഒട്ടിയിട്ടില്ല. അപ്പം ഇത് എടുക്കണ്ട, അതവിടെ ഇരുന്നോട്ട് റിസ്ക് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് എടുത്തില്ല. നിയമമായിട്ട് മുന്നോട്ട് പോകാം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയക്കിടെയാണ് ഗൈഡ് വയർ സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയത്. ശസ്ത്രക്രിയക്കിടെയുണ്ടായ പിഴവ് കാരണം വർഷങ്ങളായി സുമയ്യ ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസ് എടുത്തതല്ലാതെ ആരോഗ്യവകുപ്പ് ഒരു തരത്തിലുള്ള നടപടിയും എടുത്തില്ലെന്ന് സുമയ്യയും കുടുംബവും ഇപ്പോഴും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ഇനി നമുക്ക് സന്തോഷമുള്ളൊരു വാർത്തയിലേക്കാണ്. ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടായി കൊച്ചി വാട്ടർ മെട്രോയുടെ 2 ടെർമിനൽ കൂടി ഉദ്ഘാടനം ചെയ്തു. മട്ടാഞ്ചേരി, വെല്ലിംഗ്ടൺ ടെർമിനലുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ചത്. 9 വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാട്ടർ മെട്രോയെക്കുറിച്ച് അന്വേഷണം എത്തിയിട്ടുണ്ടെന്ന് KMRLന്റെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ 24നോട്. വാട്ടർ മെട്രോയുടെ 12ാമത് റൂട്ടാണ് മട്ടാഞ്ചേരി വില്ലിംഗ്ടൺ ഐലൻഡ് സർവീസ്. പൂർണ്ണമായും വെള്ളത്തിലാണ് മട്ടാഞ്ചേരിയിലെ ടെർമിനൽ നിർമ്മിച്ചിരിക്കുന്നത്. പശ്ചിമ കൊച്ചിയിലെ ടൂറിസം മേഖലയ്ക്ക് കരുത്താകും പുതിയ ടെർമിനലുകളെന്ന് മുഖ്യമന്ത്രി. ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും ഒക്കെ അടങ്ങുന്ന പൈതൃക പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി വാട്ടർ മെട്രോ മാറുകയാണ്. അത് ടൂറിസം രംഗത്തിന് വലിയ ഉണർവ് നൽകും. ആഗോള നിലവാരമുള്ള ജലഗതാഗത സംവിധാനമാണ് നാം ഒരുക്കിയിട്ടുള്ളത്. മട്ടാഞ്ചേരി ടെർമിനലിൽ നിന്ന് വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് മുഖ്യമന്ത്രി വാട്ടർ മെട്രോയിലാണ് എത്തിയത്. കേരളത്തിന്റെ അഭിമാന പദ്ധതി വിദേശ രാജ്യങ്ങളെ പോലും അത്ഭുതപ്പെടുത്തിയെന്ന KMRL MD ലോക്നാഥ് ബെഹ്റ. നന്നായി. പിന്നെ അവര് രണ്ടും ക്രിട്ടിക്കലി ലൊക്കേറ്റഡ് ആണോ, ഇമ്പോർട്ടൻറ്റ് ടെർമിനലാണോ, ഒത്തിരി ആൾക്കാർക്ക് ഒരുപാട് സഹായിക്കും. ഞാൻ പറഞ്ഞ പോലെ ഇനി ടെർമിനൽസ് ഉണ്ടാക്കണം. വിദേശിലെ ഒരു 9 കൺട്രീസ് ഹാവ് സെൻറ്റ് റിക്വസ്റ്റ്. ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കും. നല്ല കൺട്രീസ്, അഡ്വാൻസ് കൺട്രീസ് ഓൾസോ ദേ വാണ്ട്. ഇടക്കൊച്ചി തോപ്പുംപടി ടെർമിനലുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. കൊച്ചിയിലെ ദ്വീപ് സമൂഹങ്ങളെ ബന്ധിപ്പിച്ച് 38 ടെർമിനലുകളിലാണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ഉണ്ടാവുക. 24 കൊച്ചി. ന്യൂസ് ഹെഡ്ലൈൻസ് ഫ്രം യുവർ 24. You are watching 24 News Headline. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതി. ദേവസ്വം ജീവനക്കാരും പ്രതികളാണ്. പ്രതിപട്ടികയിൽ 10 പേർ. കേസെടുത്തത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത്. മോഷണവും ഗൂഢാലോചനയും വിശ്വാസവഞ്ചനയും വകുപ്പുകൾ. സന്നിധാനത്ത് കണക്കെടുപ്പ് ആരംഭിച്ച് ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരൻ. ദ്വാരപാലക പാളികളുടെ പരിശോധന നാളെ ഉണ്ടാകും. ഷാഫി പറമ്പിൽ MPക്കെതിരായ പോലീസ് അതിക്രമത്തിനെതിരെ UDF നടത്തിയ സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘർഷഭരിതമായി. കൊച്ചിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കുടി. ഷാഫിയുടെ ചോര വീണെങ്കിൽ പ്രതികാരം ചോദിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. ആ കാക്കിക്കുപ്പായം അവിടെ വെച്ചിട്ടുണ്ടല്ലോ. ജീവിതാവസാനം വരെ പിണറായി മുഖ്യമന്ത്രിയാവുന്നുള്ള മോഹം ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ കാണും.
6 മാസം കഴിഞ്ഞാൽ, ഏപ്രിൽ മാസം കഴിഞ്ഞാൽ മിസ്റ്റർ ബൈജു നിങ്ങളെ ഞങ്ങൾ കാണും. സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള സർക്കാർ തന്ത്രമെന്ന KC വേണുഗോപാൽ. ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാവും. അതിനെ നേരിടാനുള്ള തൻ്റെ ഇടവും അതും ആവശ്യമുള്ള ഒരു ഊർജവും വേണം. പ്രതിഷേധത്തിന് പോകുമ്പോൾ ഇതെല്ലാം സ്വാഭാവികമെന്നും നേരിടാൻ തൻ്റെ ഇടം വേണമെന്നും MP ഗോവിന്ദൻ. പ്രതിഷേധങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്തേക്കുള്ള മുഖ്യമന്ത്രിയുടെ ട്രെയിൻ യാത്രയ്ക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ MPയുടെ മൂക്കിന്റെ 2 എല്ലുകൾക്ക് പൊട്ടലുണ്ട്. ഷാഫി ICUവിൽ നിരീക്ഷണത്തിലെന്ന ഡോക്ടേഴ്സ്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന UDF. ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകി കോൺഗ്രസ്. ഷാഫിയെ മർദ്ദിച്ചില്ല എന്ന പോലീസ് വാദം പൊളിയുന്നു. പരിക്കേറ്റത് ലാത്തിയടിയേറ്റെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. പേരാമ്പ്രയിലെ UDF പ്രതിഷേധ സംഗമത്തിനിടയിലും പോലീസുമായി പ്രവർത്തകരുടെ വാക്കേറ്റം. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക നിയമന തർക്കത്തിൽ സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ സർക്കാർ. ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേരിട്ടെത്തി. ആർച്ച് ബിഷപ്പുമായുള്ള കൂടിക്കാഴ്ചയിൽ ജോസ് കെ മാണി MP യും. 13-ന് ഉന്നതതല യോഗം നടക്കും. പരിഹാരം കാണും. അതിന് ബന്ധപ്പെട്ട ആൾക്കാരുടെ യോഗം 13-ാം തീയതി വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിന് ശേഷം പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ വളരെ സൗഹാർദ്ദപരമായ ചർച്ചയായിരുന്നു, സ്നേഹസമ്പന്നമായിട്ടുള്ള ചർച്ചയായിരുന്നു. തിരുമേനിയായിട്ട് കുറേ സമയം ചെലവഴിച്ചു. കൂടിക്കാഴ്ച സൗഹാർദ്ദപരമെന്ന മന്ത്രി. പ്രശ്നപരിഹാരത്തിൽ പ്രതീക്ഷയെന്ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസ്. ആലപ്പുഴ കായംകുളം ആൾക്കൂട്ടക്കൊലയിൽ മുഴുവൻ പ്രതികളും അറസ്റ്റിലായി. ഒളിവിലായിരുന്ന 1-ാം പ്രതി രതീഷ് അടക്കം 3 പേരെ പിടികൂടിയത് സാഹസികമായി. കൊല്ലപ്പെട്ട ഷിബു പണയം വെച്ച സ്വർണം പോലീസ് കണ്ടെടുത്തു. ഷിബുവിനെ പ്രതികൾ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് സ്വർണം മോഷ്ടിച്ചതിന്റെ പേരിൽ. താലിബാൻ വിദേശകാര്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വനിതാ മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പ്രധാനമന്ത്രിയുടെ നാരീശക്തി മുദ്രാവാക്യം പൊള്ളയെന്ന് തെളിഞ്ഞെന്ന് രാഹുൽ ഗാന്ധി. വാർത്താ സമ്മേളനത്തിൽ പങ്കില്ലെന്ന് കേന്ദ്രം. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി സംഘടിപ്പിച്ച പരിപാടിയെന്ന് വിശദീകരണം. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വീണ്ടും കരിപ്രസാദ വിവാദം. ക്ഷേത്രത്തിന് സമീപം ശാന്തിക്കാർ താമസിക്കുന്ന വീട്ടിൽ കരിപ്രസാദം തയ്യാറാക്കുന്നതായി കണ്ടെത്തി. സ്ഥലത്ത് പ്രതിഷേധം. കരിപ്രസാദത്തിൽ രാസവസ്തു ഉപയോഗിക്കുന്നുവെന്ന ആക്ഷേപമുയരുന്നു. മേൽശാന്തിയുടെ വാടക വീട്ടിൽ പ്രസാദം തയ്യാറാക്കിയതിൽ റിപ്പോർട്ട് തേടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. റിപ്പോർട്ട് കിട്ടിയ ഉടൻ നടപടിയുണ്ടാകുമെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത്. 24 ഇമ്പാക്ട്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പൊതുവേദിയിൽ ശാസിച്ച കൃഷിമന്ത്രി P പ്രസാദ്. പ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കാനല്ല ശമ്പളം നൽകുന്നതെന്ന് മന്ത്രി. PSC പരീക്ഷ എഴുതി ജോലി കിട്ടി എന്ന ഭാവം വേണ്ട. ഇവരെല്ലാം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ചേരുന്ന ഖജനാവിൽ നിന്ന് കൃത്യമായ എന്നവണ്ണം ശമ്പളം കൈപ്പറ്റിയിരിക്കുന്നത് ഒത്തില്ല എന്ന് വന്ന് പറയാനല്ല. PSC പരീക്ഷ ഉള്ളതും ആളിനെ എടുക്കുന്നതും ഇവിടെ ജനാധിപത്യം ഉള്ളതുകൊണ്ട് മാത്രം സംഭവിച്ച കാര്യമാണ്. കൊല്ലുന്ന പന്നിയെ തിന്നാൻ കഴിയണമെന്നും തടസ്സം കേന്ദ്ര നിയമമെന്നും മന്ത്രി P പ്രസാദ്. 24 ഫോളോ. ചികിത്സാ പിഴവിനെ തുടർന്ന് നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ അർഹമായ നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും വേണമെന്ന് സുമയ്യ. ഗൈഡ് വയറിന്റെ 2 അറ്റവും ശരീരത്തോട് ചേർന്നതിനാൽ പുറത്തെടുക്കാൻ കഴിയില്ലെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകാനും തീരുമാനം. ശസ്ത്രക്രിയ നടത്താനുള്ള നീക്കം ഉപേക്ഷിച്ചത് വിദഗ്ധ ഡോക്ടേഴ്സിന്റെ പരിശോധനയ്ക്ക് പിന്നാലെ. ഗസയിൽ നിന്നുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ പിന്മാറ്റം പൂർണ്ണം. വെടിനിർത്തൽ പ്രാബല്യത്തിലായതോടെ മുൻ നിശ്ചയിച്ച രേഖയിലേക്ക് സൈന്യം പിന്മാറി. ഡൊണാൾഡ് ട്രംപ് നാളെ പശ്ചിമേഷ്യയിലേക്ക്, തിങ്കളാഴ്ച ബന്ദിമോചനം സാധ്യമാകുമെന്ന ട്രംപ്. സായുധ സേനാംഗങ്ങളെ ഗസയിലേക്ക് തിരിച്ചു വിളിച്ച് ഹമാസ്. സൈനിക പശ്ചാത്തലമുള്ള 5 പുതിയ ഗവർണേഴ്സിനെ നിയമിച്ചു.
ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. കോൺഗ്രസിന് 55 സീറ്റ് നൽകാൻ മഹാസഖ്യത്തിൽ ധാരണയായി. ഇടത് പാർട്ടികളുമായി സീറ്റ് ധാരണ. CPM-ന് 2 സീറ്റ് അധികം നൽകി മഹാസഖ്യം 6 സീറ്റിൽ മത്സരിക്കും. CPI-ക്കും 6 സീറ്റ്. ഹിന്ദുസ്ഥാനി അവാമി മോർച്ച നേതാവ് ജിതിൻ റാം മാഞ്ചി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്കാരം ചെയ്തു. അതിക്രമത്തിനിരയായത് ഒഡീഷ സ്വദേശിനി 21 വയസ്സുള്ള പെൺകുട്ടി. പീഡനം സുഹൃത്തിനൊപ്പം ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ്. തൃണമൂൽ ഭരണത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് BJP. സ്വമേധയാ കേസെടുത്ത് ദേശീയ വനിതാ കമ്മീഷൻ. ഗസയിൽ നിയന്ത്രണം പുനഃസ്ഥാപിക്കാൻ ഹമാസ് ഒരുങ്ങുന്നു. 7000 സായുധ സേനാംഗങ്ങളെ ഹമാസ് തിരിച്ചു വിളിച്ചുവെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ. മേഖലയിൽ സൈനിക പശ്ചാത്തലമുള്ള 5 പുതിയ ഗവർണേഴ്സിനെയും ഹമാസ് നിയമിച്ചു. ഗസയിലെ പുതിയ ഹമാസ് ചിത്രങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങൾ ഇന്ന് പുറത്തുവിട്ടു. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുകയാണ് ഗസയിലെ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി. ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിവരങ്ങൾ. SKN ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്ന് വലിയ പ്രതീക്ഷകൾക്കിടെയാണ്, വലിയ ആശാവഹമായ വാർത്തകൾക്കിടെയാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നത്. ഗസയിൽ വീണ്ടും അവരുടെ ഹമാസിന്റെ നിയന്ത്രണം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഹമാസ് ശ്രമങ്ങൾ തുടരുന്നു. ഹമാസിനോട് പൂർണ്ണമായും ഗസയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ട്രംപും നെതന്യാഹുവും, അത് മാത്രമല്ല ഈ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അങ്ങനെയായിരുന്നു തീരുമാനങ്ങൾ വന്നത്. അതിനിടയിലാണ് 7000 സായുധ സേനാംഗങ്ങളോട് വീണ്ടും ഗസയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഹമാസിന്റെ നേതൃത്വം നിർദ്ദേശം നൽകിയതായി വിവരമുണ്ട്. അത് ടെക്സ്റ്റ് മെസ്സേജുകൾ വഴി അവർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഗസയെ 5 മേഖലകളായി തിരിച്ച് 5 സായുധ ഗവർണർമാർക്ക്, അതായത് ഈ സായുധ സേനാംഗങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി 5 ഗവർണർമാരുടെ നേതൃത്വത്തിൽ ഗസയെ 5 മേഖലകളാക്കി തിരിക്കാനും കൂടി ഇപ്പോൾ ഹമാസ് തീരുമാനിച്ചിരിക്കുന്നു. ഒരു പക്ഷേ വലിയ പുതിയ തീരുമാനവും ഏറ്റവും നിർണായകമായ പ്രഖ്യാപനവും കാണേണ്ടി വരും. കാരണം വലിയ സമാധാന ചർച്ചകൾ, ഈ 20 നിർദ്ദേശങ്ങളും അതിൻ്റെ പുറത്തുള്ള ചർച്ചകളും പുരോഗമിക്കുന്നതിനിടെയാണ് ഈ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു തീരുമാനവും അത് വരുന്നത്. അത് വളരെ നിർണായകമാണ്. കാരണം സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ പൂർണ്ണമായും ഹമാസ് ആ മേഖലയിൽ നിന്നും ഗസയിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കണം. ഹമാസിന്റെ നിരായുധീകരണമുണ്ട്. ഗസയുടെ അധികാരത്തിന്മേൽ ഹമാസിന് പങ്കുണ്ടാകില്ല എന്ന കാര്യങ്ങളിലൊക്കെ ഇത് തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഏതാണ്ട് 7000 സൈനികരെ 7000 സായുധ സേനാംഗങ്ങളെ അവിടേക്ക് നിശ്ചയിക്കാൻ തീരുമാനമെടുക്കുന്നത്. അതൊരു വലിയ തീരുമാനമായി മാറും. നാളെ വരും ദിവസങ്ങളിലെ ചർച്ചകൾ ഇതായിരിക്കും. ഒരു പക്ഷേ ഈ ചർച്ചകളുടെ ഭാവി, ഗസയുടെ സമാധാനം ഒക്കെ ഭാവിയൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ഈ ഒരു തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും. ഒരു കാരണവശാലും അവിടെ ഇപ്പോൾ ഇസ്രായേൽ തന്നെ ആ മേഖലയിൽ നിന്നും പൂർണ്ണമായി മാറി ഒരു നിശ്ചിത മേഖലയിലേക്ക് മാറി നിൽക്കാൻ ഇസ്രായേൽ തന്നെ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ സൈന്യം തന്നെ ഗസയിൽ നിന്നും പൂർണ്ണമായി മാറുകയും ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തുന്നത് അവസാനിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഗസയിലേക്ക് വീണ്ടും ഹമാസ് സൈനികരെ കൊണ്ടുവരുന്നത് ഈ മൊത്തത്തിലുള്ള ഈ സമാധാന തീരുമാനത്തെ വേണമെങ്കിൽ അതിനൊരു തിരിച്ചടിയായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല ഹമാസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ മർവാൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ചില ആളുകളെ വിട്ടു നൽകണം, അതായത് ബന്ദികളാക്കിപ്പെട്ട ചില ആളുകളെ വിട്ടു നൽകണം എന്നുകൂടി ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു. ആ തീരുമാനം ഇപ്പോൾ അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നുകൂടിയാണ് വിവരങ്ങൾ വരുന്നത്. അതായത് ഹമാസ് ആവശ്യപ്പെട്ടുള്ള എല്ലാവരെയും വിട്ടു നൽകാൻ സാധ്യമല്ല എന്നുകൂടി ഇസ്രായേൽ പറയുന്നുണ്ട്. അങ്ങനെ ഗസയുടെ സമാധാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്ക് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ വരുന്നത്. ഏതായാലും നാളെയും മറ്റന്നാളുമായി തിങ്കളാഴ്ചയോടുകൂടി തന്നെ എല്ലാ ബന്ദികളുടെയും മോചനം പൂർത്തിയാക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ട്രംപ് പശ്ചിമേഷ്യയിലേക്ക് ഉടൻ എത്തുകയും ചെയ്യുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. ചൈനയ്ക്കുമേൽ 100% അധിക തീരുവ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നവംബർ 1 തീയതി മുതൽ പുതിയ തീരുവ നിലവിൽ വരും. ഈ മാസം ഒടുവിൽ നിശ്ചയിച്ചിരുന്ന ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കി. അപൂർവ ധാതുക്കളുടെ കയറ്റുമതിക്കുള്ള നിയമങ്ങൾ കർശനമാക്കാനുള്ള ചൈനയുടെ നീക്കത്തിനെതിരെയാണ് അധിക തീരുവ പ്രഖ്യാപനം. നവംബർ 1 മുതൽ പുതിയ നിരക്കുകൾ നിലവിൽ വരുമെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് വ്യക്തമാക്കി. ഇതോടെ അമേരിക്ക ഏറ്റവും അധികം തീരുവ ചുമത്തുന്ന രാജ്യമായി ചൈന മാറും. ഇതിനു പുറമെ അമേരിക്കയിൽ നിന്നും ചൈനയിലേക്കുള്ള തന്ത്രപ്രധാന സോഫ്റ്റ്വെയർ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. ധാതുക്കളുടെ കയറ്റുമതിക്ക് വിദേശ സ്ഥാപനങ്ങൾ മുൻകൂർ ലൈസൻസ് നേടിയിരിക്കണമെന്ന് ചൈനീസ് സർക്കാർ ഉത്തരവിറക്കിയതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ലോകത്തെ അപൂർവ ധാതുക്കളുടെ മേൽ കുത്തകാവകാശം നേടാനുള്ള ശ്രമമാണ് ചൈനയുടേതെന്നാണ് ട്രംപിന്റെ ആരോപണം. ലോകത്തെ തടങ്കലിൽ വെക്കാൻ ചൈനയെ അനുവദിക്കരുതെന്നും ട്രംപ് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. ഇലക്ട്രോണിക്സ്, വസ്ത്രങ്ങൾ, ഫർണിച്ചർ എന്നിവയാണ് അമേരിക്കയിലേക്ക് ചൈന പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത്. ദക്ഷിണ കൊറിയയിൽ ഈ മാസം 31 നടക്കുന്ന ഏഷ്യ പസഫിക് ഇക്കണോമിക് കോഓപ്പറേഷൻ ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ചയും ട്രംപ് റദ്ദാക്കി. ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തെ തുടർന്ന് ലോകവ്യാപകമായി ഓഹരി വിപണികളിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24.
അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയ സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ വിമർശിച്ചു. പ്രധാനമന്ത്രിയുടെ മൗനം നാരീശക്തി മുദ്രാവാക്യങ്ങൾക്ക് പിന്നിലെ പൊള്ളത്തരം തുറന്നു കാണിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി. സ്ത്രീകളെ അപമാനിക്കുന്നത് പ്രതിഷേധാർഹമെന്ന് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. എന്നാൽ വാർത്താ സമ്മേളനത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്താഖി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡൽഹിയിലെ അഫ്ഗാനിസ്ഥാൻ എംബസിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു വനിതാ മാധ്യമ പ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. വാർത്താ സമ്മേളനത്തിൽ പുരുഷ മാധ്യമ പ്രവർത്തകർ വിലക്കിനെക്കുറിച്ച് ചോദിച്ചെങ്കിലും അഫ്ഗാൻ പ്രതിനിധികൾ കൃത്യമായ ഉത്തരം നൽകിയില്ല. വിവേചനത്തിനെതിരെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗനം നാരീശക്തി മുദ്രാവാക്യങ്ങൾക്ക് പിന്നിലെ പൊള്ളത്തരമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം അംഗീകരിക്കേണ്ടതാണോ എന്ന് പ്രിയങ്ക ഗാന്ധി. വനിതാ മാധ്യമ പ്രവർത്തകർക്ക് വിലക്കേർപ്പെടുത്തിയപ്പോൾ പുരുഷ മാധ്യമ പ്രവർത്തകരും ഇറങ്ങിപ്പോകണമായിരുന്നുവെന്ന് പി ചിദംബരം പ്രതികരിച്ചു. സംഭവത്തിൽ രാജ്യത്തെ വനിതാ മാധ്യമ പ്രവർത്തകരും വിമർശനവുമായി രംഗത്തെത്തി. അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. 24 ഡൽഹി. ഇപ്പോൾ മിഥില ബാലൻ ഒരു വാർത്ത അറിയിക്കുന്നു. തെരുവുനായ ബൈക്കിന് മുന്നിൽ ചാടി ബൈക്ക് മറിഞ്ഞ് പരിക്കേറ്റ വീട്ടമ്മ ഇന്ന് മരിച്ചു. താമരശ്ശേരി കൂടത്തായി പൂവോട്ടിൽ ആയിഷക്കുട്ടിയാണ് മരിച്ചത്. അവർക്ക് 49 വയസ്സ് പ്രായമുണ്ടായിരുന്നു. താമരശ്ശേരി ചെക്ക് പോസ്റ്റിനും അമ്പായത്തോടിനും ഇടയിലാണ് ഈ അപകടം നടന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ അപകടം ഉണ്ടായത്. ഇന്ന് അവർ മരിച്ചു എന്ന വാർത്ത കൂടി വരികയാണ്. സങ്കടകരമായിപ്പോയി. ഇലക്ട്രോണിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് കർശനമാക്കി തദ്ദേശ വകുപ്പ്. ഇ വേസ്റ്റ് സംസ്കരണത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ വിപുലമായ പ്രചാരണം സംഘടിപ്പിക്കണമെന്ന നിർദ്ദേശം. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പ്രത്യേക പരിശീലനം നൽകാനും തീരുമാനം. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മേഘന, പറയൂ. SKN മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ അത് ഈ മാലിന്യം ശേഖരിക്കുന്നതിലടക്കം സർക്കാർ നടപ്പിലാക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്കായുള്ള ഒരു ഉത്തരവ് തദ്ദേശ വകുപ്പ് പുറപ്പെടുവിക്കുന്നത്. അതിൽ പ്രധാനമായും ഇ വേസ്റ്റ് ഇലക്ട്രോണിക് വേസ്റ്റ് മാനേജ്മെന്റിലാണ് ഒരു ഉത്തരവ് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് വേസ്റ്റ് പുറത്ത് വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നുള്ളത് തന്നെയാണ്. കർശന നടപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ്. കൂടാതെ ഇതിൽ ഈ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അത് ശേഖരണം, അത് തരംതിരിക്കുക, അതുപോലെ തന്നെ സംസ്കരണം എന്നീ കാര്യങ്ങളിൽ പൂർണ്ണ ഉത്തരവാദിത്തം തദ്ദേശ വകുപ്പിനാണ്. അതിൽ ഹരിതകർമ്മ സേനയ്ക്ക് അടക്കം കൃത്യമായ പങ്കാളിത്തമുണ്ട്. അവർക്ക് ഇ വേസ്റ്റ് മാനേജ്മെന്റിൽ ഒരു പരിശീലനം നൽകണം എന്ന കാര്യമടക്കം ഇപ്പോൾ ഉത്തരവിൽ പറയുന്നുണ്ട്. കൂടാതെ ഇതിൽ ഈ ശേഖരണവുമായി ബന്ധപ്പെട്ടും വിതരണവും അത് ശേഖരിച്ച് സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായും മാനദണ്ഡങ്ങൾ പാലിക്കണം. അതിലെന്തെങ്കിലും തരത്തിൽ പരിശീലനക്കുറവുണ്ടെങ്കിൽ ആ പരിശീലന ക്ലാസുകളടക്കം സംഘടിപ്പിക്കണം. ഇതിൽ ഉപഭോക്താക്കളെ ഈ വേസ്റ്റ് വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കൾക്ക് കൃത്യമായ ഒരു അവബോധം നൽകണം, പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കണം എന്നിവയാണ് ഈ നിർദ്ദേശങ്ങളിൽ പ്രധാനമായും പറയുന്നത്. കൂടാതെ ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ, ഹരിതകർമ്മസേന, അതുപോലെ തന്നെ ഈ ക്ലീൻ കേരള കമ്പനി, അത് മാലിന്യങ്ങൾ ശേഖരിച്ച് അത് സംസ്കരിക്കുന്ന ക്ലീൻ കേരള കമ്പനി എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങളും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അതിൽ ഈ ഹരിതകർമ്മസേന ഉപഭോക്താക്കളിൽ നിന്ന് ഒരു നിശ്ചിത തുകയ്ക്ക് പണം നൽകി ഈ ഇലക്ട്രോണിക് വേസ്റ്റ് വാങ്ങുന്നു. ശേഷം ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുമ്പോൾ ഒരു തുക ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്നതാണ് നിലവിലെ രീതി. അത് നഗരപരിധിയിലും കോർപ്പറേഷനിലും മാത്രമാണ് നിലവിലുള്ളത്. അത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിലേക്കും ഈ ഒരു രീതി വ്യാപിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഉത്തരവിൽ പറയുന്നുണ്ട്. എന്തായാലും ഇലക്ട്രോണിക് വേസ്റ്റും മറ്റ് വേസ്റ്റുകളുടെ കൂടെ തന്നെ ഇലക്ട്രോണിക് വേസ്റ്റ് മാനേജ്മെന്റും കർശനമാക്കുകയാണ് കേരളത്തിൽ. അത് കൃത്യമായും പാലിച്ചില്ലെങ്കിൽ കൃത്യമായ നടപടികൾ, അത് ശക്തമായ നടപടികൾ, കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മേഘന മുരളി. മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. ഇടുക്കി അടിമാലി പാറത്തോട്ടിലായിരുന്നു പ്രതിഷേധം അരങ്ങേറിയത്. ഇടുക്കിയിലെ ഭൂപ്രശ്നം ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. ലാൽകൃഷ്ണൻ, പറയൂ. എസ്കെൻ വൈകിട്ട് 7:30 കൂടിയാണ് പ്രതിഷേധം ഉണ്ടായത്. ഇടുക്കി അടിമാലി ഭാഗത്തുണ്ടായിരുന്ന ഔദ്യോഗിക പരിപാടികൾ കഴിഞ്ഞ് ഇടുക്കിയിലേക്ക് പോകുന്നതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു. നേരത്തെ കരിങ്കൊടി പ്രതിഷേധത്തിന് സാധ്യതയുള്ള ആളുകളെല്ലാം പല കോണുകളിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് മുൻകരുതൽ എന്ന രീതിയിൽ മാറ്റുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വഴിയരികിൽ പാറത്തോട് ഭാഗത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് ചാടി വീണ് കരിങ്കൊടി കാണിക്കുകയായിരുന്നു. ഇടുക്കിയിലെ ഭൂപരിഷ്കരണ നിയമവും അതോടൊപ്പം തന്നെ പുതിയ ചട്ട ഭേദഗതി അടക്കമുള്ള വിഷയങ്ങളിൽ യൂത്ത് കോൺഗ്രസും
കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ശക്തമായ സമരവും പ്രക്ഷോഭവും സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന് റോഷി അഗസ്റ്റിൻ അടക്കമുള്ള ആളുകൾ മലയോര ജനതയെ വഞ്ചിച്ചു എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും പ്രതിഷേധം അരങ്ങേറിയത്. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിലെ മണ്ഡലം നേതാക്കളെ അടക്കമുള്ള ആളുകളെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഒടുവിൽ 7:30 കൂടിയായിരുന്നു ഈ സംഭവം നടന്നത് എന്ന കാര്യം കൂടിയാണ് പുറത്തു വരുന്നത്. റജീന പറയുന്നു, മിനിബാബു അർജുനെ SKN അറിയാം, അർജുനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചേര്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ നടക്കുന്ന ചില്ലറ ആശയ സംഘടനകളാണ്. ഈ ആരോഗ്യകരമായ ആശയ സംഘർഷം കുഴപ്പമില്ല, അത് അതിന് വിടരുത് എന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ചേരിതിരിഞ്ഞ് നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യരുത്. അതോടെ നമ്മുടെ ഒരു കുടുംബ വ്യവസ്ഥയ്ക്ക് ശൈഥില്യം സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് ദയവേത് ഒഴിവാക്കുക. പോലീസിനെ ഭീഷണിപ്പെടുത്തി എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. കൈയും കാലും തല്ലിയൊടിക്കും, കേസ് വന്നാൽ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും, നിങ്ങൾക്കും കുടുംബവും മക്കളും ഉണ്ടെന്ന് മറക്കരുതെന്നും ജില്ലാ പ്രസിഡന്റ് ഭീഷണി. തെമ്മാടികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കാക്കി കുപ്പായം അണിഞ്ഞ് ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ മെക്കിട്ട് കയറാൻ വന്നാൽ അവന്റെ കൈയും കാലും തല്ലി ഓടിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് കഴിയും. അത് പിന്നെ നിയമ പോരാട്ടമല്ലേ, അത് നമുക്ക് കാണാം. അതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും ഞങ്ങൾ നേരിടും. നിങ്ങൾക്കും കുടുംബമുണ്ട്, നിങ്ങൾക്കും മക്കളുണ്ട്, നിങ്ങളും വീട്ടിലാണ് ജീവിക്കുന്നത്. ആ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തി സ്വസ്ഥത കളയാനും സമാധാനം കളയാനും കേരളത്തിലെ കോൺഗ്രസുകാർക്ക് കഴിയും. ഒരു ദിവസമല്ല, നിരവധി ദിവസം. കൊച്ചിയിൽ ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നു. വളരെ വികാര വിക്ഷോഭത്തോടെയുള്ള പ്രകടനമാണല്ലോ ഷിയാസിൻ്റേത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഷാഫി പറമ്പിൽ MPക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിക്കുന്ന പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് ഒരു മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. ഈ മാർച്ചിലാണ് DCC പ്രസിഡന്റ് പോലീസുകാരുടെ, അത് കോൺഗ്രസുകാരുടെ ദേഹത്ത് കൈവെക്കുന്ന പോലീസുകാരുടെ കൈയും കാലും തല്ലിയൊടിക്കുമെന്നുള്ള രീതിയിൽ ഒരു പ്രസംഗം നടത്തിയത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ തന്നെയായിരുന്നു ഈ പ്രസംഗം. ആവശ്യമെങ്കിൽ കുഴപ്പക്കാരായ പോലീസുകാരുടെ വീട്ടിലേക്ക് കോൺഗ്രസുകാർ സ്ഥിരമായി മാർച്ച് നടത്തുമെന്നും കയ്യും കാലും തല്ലിയോടിച്ചു കഴിഞ്ഞാൽ അത് നിയമപരമായും രാഷ്ട്രീയപരമായും ഞങ്ങൾ നേരിട്ട് കൊള്ളാമെന്നുള്ളതായിരുന്നു ഭീഷണി. പോലീസുകാർ നോക്കി നിൽക്കെ അവർ കേൾക്കെ തന്നെയായിരുന്നു DCC പ്രസിഡന്റിന്റെ ഈ ഭീഷണി. ഏതായാലും ഈ ഭീഷണി പ്രസംഗം കഴിഞ്ഞ് കോൺഗ്രസുകാർ മടങ്ങുകയും ചെയ്തു. ഇനി ഇതിൽ പോലീസ് കേസെടുക്കുമോ എന്നുള്ളതാണ് SKN അറിയേണ്ടത്. ഏതായാലും വലിയ പ്രതിഷേധം ഉയർന്നതിനിടെയാണ് DCC പ്രസിഡന്റിനെ നേരിട്ട് പോലീസുകാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയത്. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ. ഷാഫി പറമ്പിലിനെതിരായ ആക്രമണത്തിൽ പോലീസിനെതിരായ പ്രതിഷേധം കോൺഗ്രസ് ശക്തമാക്കി. പോലീസിനെതിരെ കടുത്ത വിമർശനമാണ് പേരാമ്പ്രയിലെ പ്രതിഷേധ സംഗമത്തിൽ ഉയർന്നു കേട്ടത്. പോലീസിന്റെ എല്ലാ നടപടികളെയും 6 മാസം കഴിഞ്ഞാൽ UDF ചോദ്യം ചെയ്യുമെന്ന് KC വേണുഗോപാലിന്റെ മുന്നറിയിപ്പ്. പേരാമ്പ്ര DYSPക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ DYSPയുടെ വീടിന് മുന്നിൽ പ്രതിഷേധം നടത്തുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ വ്യക്തമാക്കി. സംസ്ഥാനത്തുടനീളം വ്യാപക പ്രതിഷേധമാണ് ഇന്നുയർന്നത്. MK രാഘവൻ MPയുടെ നേതൃത്വത്തിലായിരുന്നു കോഴിക്കോട് IG ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. ഷാഫി പറമ്പിൽ MPക്ക് മർദ്ദനമേറ്റ പേരാമ്പ്രയിൽ പ്രതിഷേധ സംഗമം നടത്തിയാണ് UDF പോലീസിനും CPIM-നും മറുപടി നൽകിയത്. മിസ്റ്റർ ബൈജു മോനെ, ആ കാക്കിക്കുപ്പായം അവിടെ വെച്ചിട്ടുണ്ടല്ലോ. ജീവിതാവസാനം വരെ പിണറായി മുഖ്യമന്ത്രിയാവുന്നുള്ള മോഹം ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ കാണും. DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും പോലീസിനെതിരായ പ്രതിഷേധം കടുപ്പിച്ചു. ഞാൻ ഒത്തിരി തവണ പോയി ഇവരോട് അപേക്ഷിച്ചു. ആ കാട്ടുകള്ളൻ സുനിൽ DYSPയോട് നാടൻ ഭാഷയെ പറഞ്ഞാൽ ഞാൻ പറയാൻ പാടില്ല, പേരുകേട്ട എരപ്പനോട് ഞാൻ ചോദിച്ചവനോട്, അറിയോ, ഞങ്ങളൊന്ന് ജാഥ വന്ന് പോയിക്കോട്ടെ, ബസ് സ്റ്റാൻഡിലും കൂടി പോയിക്കോട്ടെ. ഇന്ന് KC പറഞ്ഞില്ലേ, എന്നോട് പറയും അങ്ങോട്ട് പോണ്ട, 10-50 ആൾക്കാരുണ്ട് കുന്തം കുടച്ചൊക്കെ എടുക്കുന്നത് പോലെ. അപ്പൊ ഞാൻ ചോദിച്ചാൽ ഉളുപ്പുണ്ടോ നിനക്ക് ഈ തൊപ്പിയും വെച്ചത് പറയാൻ? തൃശൂരിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം തോപ്പുംപടിയിലും മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലും മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി.
കാസർഗോഡ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. വയനാട് കൽപ്പറ്റയിലും കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. വടകര റൂറൽ SP KE ബൈജുവിന്റെ ചേർത്തലയിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. കോലം കത്തിക്കാനെത്തിയ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. പേരാമ്പ്രയിലെ സംഘർഷത്തിനിടയിൽ ഷാഫി പറമ്പിൽ MPക്കെതിരെ ലാത്തി പ്രയോഗിച്ചിട്ടില്ല എന്നായിരുന്നു കോഴിക്കോട് റൂറൽ SPയുടെ പ്രതികരണം. എന്നാൽ ഷാഫിയുടെ തലയ്ക്ക് ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവന്നു. ഷാഫിയുടെ മൂക്കിന്റെ 2 എല്ലുകൾക്ക് പൊട്ടലുണ്ടെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ലോക്സഭാ സ്പീക്കർക്ക് കത്തയച്ചു. ഷാഫിയുടെ ചോര നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികാരം ചോദിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഷാഫി പറമ്പിൽ കലാപം അഴിച്ചുവിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നുവെന്നാണ് ഇടതു നേതാക്കൾ ആരോപിക്കുന്നത്. അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ക്ലാസുകൾ ഉണ്ടാകില്ല. ഹോസ്റ്റലുകൾ അടച്ചിടാനും നിർദ്ദേശിച്ചു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും വിദ്യാർത്ഥികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനുമാണ് നടപടിയെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ. ഇനിയൊരു സന്തോഷം പകരുന്ന കാഴ്ചയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സുഖയാത്രയ്ക്ക് നന്ദി അറിയിച്ച് കണ്ണൂർ റെയിൽവേ പോലീസിന് ഒരു പെൺകുട്ടി നൽകിയ സർപ്രൈസ് ഗിഫ്റ്റ്. ട്രെയിനിൽ നിന്ന് ഇറങ്ങി സമ്മാനം റെയിൽവേ പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് അതേ ട്രെയിനിൽ തന്നെ ഈ പെൺകുട്ടി കയറിപ്പോയി. CCTV ദൃശ്യങ്ങളിലൂടെയാണ് സംഭവിച്ചെന്താണ് എന്ന് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായത്. ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉടൻ ട്രെയിനിൽ നിന്നിറങ്ങി പെൺകുട്ടി നടന്ന് ഈ കാണുന്ന കണ്ണൂർ റെയിൽവേ പോലീസിൻ്റെ സ്റ്റേഷനിലേക്ക് നടന്നുപോയി. അതിനുശേഷം ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ചെയറിലാണ് ഒരു കുറിപ്പും അതോടൊപ്പം തന്നെ ഒരു ചോക്ലേറ്റും കുട്ടി വെച്ചത്. അതിനുശേഷം അതേ ട്രെയിനിൽ 3 മിനിറ്റ് മാത്രമാണ് ആ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് സമയം. അതേ ട്രെയിനിൽ തന്നെ നടന്ന് ആ കുട്ടി കയറുകയും പിന്നീട് യാത്ര ചെയ്യുകയും ചെയ്തു. ആ പെൺകുട്ടി എഴുതിയ കുറിപ്പ് ഇതാണ്. അതിലെഴുതിയത്: ടു ഡിയർ കേരള പോലീസ്, ദോസ് മിഡ് നൈറ്റ് പെട്രോളിംഗ് മെയ്ഡ് മീ ഫീൽ സോ പ്രൊട്ടക്റ്റഡ്. താങ്ക് യു. അന്ത്യോദയ എക്സ്പ്രസ്സിൽ ആ കുട്ടി യാത്ര ചെയ്യുമ്പോൾ കുട്ടിക്ക് ഒരു പ്രൊട്ടക്ഷനായിട്ട് തോന്നിയിട്ടുണ്ടാവാം. പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രാവശ്യം ഈ കമ്പാർട്ട്മെൻറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്രോളിംഗ് നടത്തുന്നത് ആ കുട്ടിക്കൊരു സന്തോഷവും ഒരു സുരക്ഷയൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടാവാം. പോലീസിനെതിരെ ആരോപണങ്ങളും പോലീസിനെ കുറ്റം പറയാനും ആൾക്കാർ ശ്രമിക്കുന്ന ഒരു കാലത്ത് ഇതുപോലെയുള്ള കുട്ടികൾ സന്തോഷം അറിയിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും സന്തോഷം തന്നെയാണ്, മനസ്സറിഞ്ഞുള്ള ഒരു സന്തോഷം തന്നെയാണ്. ആ പെൺകുട്ടി ആരാണെന്നോ എവിടെയാണെന്നോ പോലീസിന് അറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, റെയിൽവേ പോലീസിൻ്റെ സാന്നിധ്യം കൊണ്ട് ആ പെൺകുട്ടിക്കുണ്ടായത് നല്ല അനുഭവമാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.